ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മലയാളി റെസ്റ്റോറന്റുകൾ ഏറ്റവും കൂടുതലുള്ള മടിവാളയിലാണ്. മടിവാളയിലെ ഒരു റെസ്റ്റോറന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്കറിയാം പലവിധമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എണ്ണയിൽ വറക്കുന്നതും അതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ്. ഈ ഒരു LPG പ്രതിസന്ധി വലിയ തോതിൽ ഇവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവർ അനുഭവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ബംഗളൂർ നഗരത്തിലുള്ള എല്ലാ കഫകളും, അതായത് എല്ലാ റെസ്റ്റോറന്റുകളും 50% അടച്ചിട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം ഈ ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് ഇവരുടെ കച്ചവടത്തെ ബാധിക്കുന്നതെന്ന്. എന്താണ് പേരെന്താണ്? എന്റെ റാഷിദ്. അതെ അതെ, ഞങ്ങളിപ്പോ 5ാമത്തെ വർഷമാണ് ഇവിടെ. അതെ, ആദ്യമായിട്ടാണ്, ഇത്ര വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ ബുദ്ധിമുട്ട്. ഒന്നുമില്ല, അതായത് ഫുഡ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് വേണം. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുമ്പേ ഗ്യാസൊക്കെ തീർന്നതാണ്. ഇന്നലെ ഇന്നും സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തത്. വലിയ വില കൊടുത്ത് വാങ്ങുന്നത്. അതെ, നല്ല വില. അതായത് 1900 ഉള്ള ഗ്യാസ് 5000 6000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നുള്ളത്. ഇന്നത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ നാളത്തെ എന്താ അവസ്ഥ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. സ്റ്റോക്ക് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ല. ഇന്ന് രാത്രിയും കൂടി എല്ലാം കഴിയും. നാളത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നാളെ പിന്നെ അടച്ചിടുക എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ജ്യൂസും കാര്യങ്ങളും മാത്രം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഫുഡും ബാക്കിയുള്ള എണ്ണയില്ലാണ്ട് ഈ ഗ്യാസ് ഇല്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ലല്ലോ. കുക്കിംഗ് ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും എന്താണെങ്കിലും ഗ്യാസ് വേണം. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഫുഡിന്റെ ഐറ്റംസിന്റെ ഒക്കെ കാര്യങ്ങൾ നാളത്തെ കഷ്ടം തന്നെയാണ്. ഒന്നും ഉണ്ടാവില്ല, ജ്യൂസ് മാത്രം. അതായത് ഈ മധ്യപൂർവേഷ്യൻ യുദ്ധം നമ്മുടെ തീൻമേശകളെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എല്ലാ വിഭവങ്ങൾക്കും അല്ലെങ്കിൽ ഏത് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഓയിലാണ്. അപ്പോൾ ഈ ഓയിൽ ലഭിക്കാതെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് ഈ സാധനത്തിന്റെ വില കൂടി, അതോടൊപ്പം തന്നെ LPG സിലിണ്ടറുകളുടെ വില കൂടി, വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ചായ കുടിക്കാൻ വന്നവരുണ്ട്. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു വിഷയം ഏത് തലത്തിലാണ് അവരെ ബാധിക്കുന്നതെന്ന്. വലിയ തരത്തിൽ ഈ ഓയിൽ ഇഷ്യൂ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ LPG ഇഷ്യൂ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവർ പറയുന്നത് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പലതും നൽകാൻ പറ്റുന്നില്ല. വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പോ സ്വപ്നം വലിയ പ്രശ്നമില്ല, പക്ഷെ ഐ എം സ്കെയർഡ്. ലൈക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ PG-യിലാണ് നിൽക്കുന്നേ. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിൽ നല്ല പേടിയുണ്ട്. ഇപ്പൊ കഴിച്ചാലും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനം ഇല്ല, കുറെ ഷോർട്ടേജ് ഉണ്ട് സാധനങ്ങളില്. അപ്പോ മുന്നോട്ട് പോകുമ്പോ ഇതൊരു മെയിൻ പ്രശ്നം ആകുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അത് നല്ലോണം എഫക്ട് ചെയ്യും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PG-യിൽ താമസിക്കുന്നവരുടെ സ്ഥിതി അതീവ ഗുരുതരമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് അവർ ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾക്ക് വലിയ അപര്യാപ്തത നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ബംഗളൂരുവിലെ നഗരത്തിൽ എത്തിയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ ഹോട്ടൽ മേഖലയും റെസ്റ്റോറന്റ് മേഖലയാണ്. അവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വിഷയം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നതും. നിങ്ങൾ താമസിക്കുന്നത് PG-യിലാണോ താമസിക്കുന്നത്? റൂമിലാണ്. അവിടെ നിങ്ങൾ ഗ്യാസ് പ്രതിസന്ധി ഉണ്ടോ? വലിയ തോതിൽ നിങ്ങളെ ബാധിക്കുന്നു? നല്ലോണം ബാധിക്കുന്നുണ്ട്. ഞങ്ങൾ 5 മെമ്പേഴ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് അത് നല്ലോണം ബാധിക്കുന്നുണ്ട്. അതായത് ഈ പല കടകളിലും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ അവിടെ കിട്ടുന്നില്ല. ആ ഒരു പ്രതിസന്ധി പലരും പറയുന്നുണ്ട്. അവരുണ്ടാക്കുന്ന കാര്യം ഈ എണ്ണയ്ക്ക് വില കൂടി, ഗ്യാസ് കിട്ടാനില്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ്, അതായത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി അത് നമ്മുടെ ഓരോരുത്തരുടെയും തീൻമേശയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമില്ല എങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ബാംഗ്ലൂർ മടിവാളയിൽ നിന്നും ജിജിന്ദറിനൊപ്പം സജു ചാമക്കാലയിൽ 24.